ആ, ശ്രീ ശാന്തിവിള ദിനേശ് ഇന്ന് എന്നെക്കുറിച്ച് ഒരു സ്റ്റോറി ചെയ്തിരുന്നു. ഏകദേശം 1 മണിക്കൂർ 22 മിനിറ്റ് ലെങ്ത് ഉള്ള ഒരു വീഡിയോ സ്റ്റോറിയാണ് അദ്ദേഹം ചെയ്തത്. ഇന്നലെ തന്നെ അങ്ങനെ ഒരു സ്റ്റോറി അദ്ദേഹം ഷെഡ്യൂൾ ചെയ്തു വെച്ചു എന്ന വിവരം ചില സുഹൃത്തുക്കൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പം അദ്ദേഹം മുൻകൂട്ടി അറിയിച്ചിരുന്നു രാജൻ ജോസഫിനെതിരെ കുറിച്ച് ഞാൻ വിശദമായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് എൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഇന്നലെ പോസ്റ്റ് ഇട്ടിരുന്നുവെന്നും അതിൻ്റെ ലിങ്കുകൾ എനിക്ക് ലിങ്കല്ല അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് എനിക്ക് അയച്ചു തന്നു. ഞാനത് ഇന്നലെ ശാന്തിവിള ദിനേശേട്ടന് അയച്ചു കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ രാത്രി സംസാരിച്ചിരുന്നു. അപ്പോൾ പുള്ളിയെ കാണണമെന്നും പറഞ്ഞിരുന്നു. ഓക്കെ, ഞാനപ്പോൾ രാവിലെ വിട്ടുപോയി. പല ആൾക്കാരും ആ ലിങ്ക് എനിക്ക് അയച്ചു. ആ ലിങ്ക് അയച്ചപ്പോൾ ഞാൻ നോക്കുമ്പം അതിൽ ഒരുപാട് വ്യൂവേഴ്സ് കയറുന്നുണ്ട്. അപ്പോൾ ഈ 1 മണിക്കൂർ 22 മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാനപ്പോൾ നോക്കിയില്ല. പിന്നെ അതിൽ ചില ക്ലിപ്പിങ്സ് പലരും എനിക്ക് അയച്ചു തന്നപ്പം ക്ലിപ്പ് കണ്ടിട്ട് നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. ഫുൾ ടെക്സ്റ്റ് കേൾക്കാതെ നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ചും ഒന്നും അഭിപ്രായം പറയാൻ പറ്റില്ല. ഞാൻ അല്പം മുമ്പ് മുഴുവൻ കേട്ടിട്ട് എനിക്ക് പിന്നെ ചില കാര്യങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ചില കാര്യങ്ങളിൽ പിന്നെ ഐക്യമുണ്ട്, അഭിപ്രായ ഐക്യമുണ്ട്. അദ്ദേഹം ഒരു സാധു മനുഷ്യനാണ് എന്ന് ഞാൻ ആദ്യം അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു. അതിലേക്ക് ഞാൻ വരാം. ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്തോട്ടുള്ള യാത്രയിലാണ്. അപ്പം വീട്ടിലെത്തിയിട്ട് വിളിച്ചാൽ പോരെ രാജാന്ന് ചോദിച്ചു. ബസ്സിലാണെന്ന് പറഞ്ഞു. ഓക്കെ, വന്ന് മതിയെന്ന് പറഞ്ഞു ദിനേശേട്ടാന്ന് പറഞ്ഞു. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ തുടങ്ങുന്നത് ഏകദേശം കുറേ നാളുകൾക്ക് മുമ്പ്, കുറച്ച് നാളുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു സ്റ്റോറി ചെയ്തു. ആ സ്റ്റോറി ചെയ്തപ്പം അതിൻ്റെ ആ കൂട്ടത്തിൽ ഇദ്ദേഹത്തെക്കുറിച്ചും പരാമർശിച്ചു. ഇദ്ദേഹത്തിനൊരു സിനിമയെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം അദ്ദേഹം അസാമാന്യ പ്രതിഭയായതുകൊണ്ടും സിനിമ ബോക്സ് ഓഫീസ് ഹിറ്റ് ആയതുകൊണ്ടും സിനിമയുടെ ക്രാഫ്റ്റ് മനോഹരമായിരുന്നുകൊണ്ടും വേറെ നടന്മാരൊന്നും ഡേറ്റ് കൊടുത്തിട്ടില്ല, വേറെ നിർമ്മാതാക്കളൊന്നും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞുപോയി. അത് പറയുമ്പോൾ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് എന്നോട് പിന്നെ വേറെ പലരും എൻ്റെ ഒരു കസിൻ ഉൾപ്പെടെ യു കെയിലുള്ള കാനഡയിലുള്ള കസിൻ എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചു. എന്നോട് പറഞ്ഞു പുള്ളിക്കെതിരെ പറയണ്ടായിരുന്നു. പുള്ളി ചില കാര്യങ്ങളിലൊക്കെ രാജനെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ രാജൻ ജോസഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ട്, അവൻ ആ കാര്യത്തിലെടുത്ത സ്റ്റാൻഡ് വളരെ കറക്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്കൊരു പിന്നെ പിന്നെ ഇദ്ദേഹത്തിൻ്റെ പശ്ചാത്തലങ്ങളെല്ലാം പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ വീട് വിൽക്കേണ്ടി വന്ന സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ എനിക്കൊരു ഭയങ്കര വിഷമമായി. ഞാൻ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതിന് പ്രതികരിച്ചുകൊണ്ട് ഞാനൊരു പിന്നെ മറുപടി ഇട്ടിരുന്നു. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് അറ്റാക്ക് ചെയ്തിട്ടാണ് ഇട്ടത്. അത് കണ്ടിട്ടാണ് ഇദ്ദേഹം പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിനെതിരെ പിന്നെ അദ്ദേഹം ഈ മാധ്യമങ്ങൾക്ക് കൊടുത്ത ബൈറ്റിൽ അദ്ദേഹം പറഞ്ഞു രാജൻ ജോസഫ് ഒരു ഭ്രാന്തനാണ്, അവന് വട്ടാണ്, അവന് പിന്നെ ഞങ്ങളെ രണ്ടുപേരെയും കൂടി ഫോട്ടോ എടുത്ത് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആർക്കാ വട്ട് എന്നുള്ളത്. അവൻ എന്നെ വട്ടെന്ന് വിളിച്ചു, അവനാണ് വട്ട്, ഫോട്ടോ കണ്ടാൽ അറിയുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനൊരു മറുപടി ഇട്ടു. ഫോട്ടോ കണ്ടിട്ട് ഒരാൾക്ക് മാനസിക രോഗമുണ്ട് എന്ന് കണ്ടെത്താൻ കഴിയുന്ന, എനിക്ക് വട്ടുണ്ട് സത്യമാണ്, പിന്നെ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ അത്ഭുത പ്രതിഭയ്ക്ക് മുമ്പിൽ ഞാൻ നമിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് ഈ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഒരു ദിവസം രാത്രി വിളിച്ചു. അപ്പോൾ അദ്ദേഹം 12 മണി കഴിഞ്ഞാൽ ഫോൺ എടുക്കാത്ത ആളാണെന്ന് ഇന്നിപ്പോൾ അദ്ദേഹം ആ സ്റ്റോറിയിൽ പറയുന്നത് സത്യമാണ്, എന്നോടും പറഞ്ഞു. പക്ഷേ ഞാൻ പിന്നെ 1 മണി ഒക്കെ ആ സമയത്താണ് വിളിക്കുന്നത്. വിളിച്ചപ്പോൾ എടുത്തില്ല. അത് കഴിഞ്ഞ് ഞാൻ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ ഇന്ന ആളാണെന്ന് പറയുന്നു. പിന്നീട് അദ്ദേഹം വിളിക്കുമ്പം സത്യത്തിൽ എനിക്ക് ആ മനുഷ്യനോട് പിന്നെ ഒരു താല്പര്യം തോന്നി. കാരണം ആ നേരത്ത് ഞാനിങ്ങനെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആ നേരത്തെ അദ്ദേഹം വിളിക്കാൻ കാണിച്ച മനസ്സിനോട് എനിക്ക് ബഹുമാനം തോന്നി. ഞങ്ങൾ കുറേ നേരം ഉള്ളു തുറന്ന് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 3-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെടുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ വീട് വിറ്റ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം പിന്നെ എടുക്കുന്ന സ്റ്റാൻഡുകളെക്കുറിച്ച് പറഞ്ഞു. സ്റ്റാൻഡുകളിലൊക്കെ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്. എൻ്റെ നിലപാടുകളിലുള്ള അദ്ദേഹത്തിൻ്റെ വിയോജിപ്പുകൾ കുറേ പറഞ്ഞു. മദ്യപിക്കുന്നതിനെക്കുറിച്ച് കുറേ പറഞ്ഞു. അതൊക്കെ വളരെ സ്നേഹപൂർവ്വമുള്ള സംഭാഷണം തന്നെയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യോജിപ്പുകളും തുറന്നു പറഞ്ഞുകൊണ്ട് 1.5 മണിക്കൂറോളം നീണ്ടു നിന്ന ഒരു സംഭാഷണമായിരുന്നു അത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പിന്നെ രാജൻ്റെ സുഹൃത്ത് ഫിറോസ് സാലി മുഹമ്മദിനെ ഞാൻ വിളിച്ചിരുന്നു. ഫിറോസിനോട് ഞാൻ കുറേ എനിക്ക് പറയാവുന്ന അത്രയൊക്കെ പറഞ്ഞു. പിന്നെ ഇവരാണോ നിൻ്റെ സുഹൃത്തെന്നൊക്കെ പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാനും എൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു, എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഫിറോസിനോട് വിളിച്ചവർ ഞാൻ അറിഞ്ഞിരുന്നു. അപ്പം ഇദ്ദേഹം പറഞ്ഞു, ഞാൻ നിനക്കെതിരെ സ്റ്റോറി ചെയ്യാൻ നിൽക്കുകയായിരുന്നു, ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു ചേട്ടൻ ചെയ്തോ, ഞാൻ ബുധനാഴ്ച ഇടാൻ നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ ചെയ്തോ, ഞാൻ പിന്നെ നിന്നെക്കുറിച്ച് എപ്പിസോഡ് തന്നെ ചെയ്യാൻ ഉണ്ടായിരുന്നു, ഞാൻ ഇനി വേണ്ടാന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞില്ല ചേട്ടൻ ചെയ്തോ, കുഴപ്പമില്ല. അത് ഞാൻ അതിനൂടെ പോസിറ്റീവായിട്ട് ഞാൻ അതിനകത്ത് പ്രതികരിക്കുകയും ചെയ്തോളാം എന്ന് പറഞ്ഞു. പോസിറ്റീവായിട്ട് തന്നെ എനിക്ക് പ്രതികരിക്കാനുള്ളത്, സംശയമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾക്കൊക്കെ അതിനകത്ത് പറഞ്ഞതിനകത്ത് ഒന്ന് എൻ്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതിനകത്ത്, വാക്യമദ്യപാനത്തെക്കുറിച്ച് പറഞ്ഞതിനകത്ത് ഒക്കെയുള്ള കുറേ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞത് പിന്നെ ആദ്യം അദ്ദേഹം പറയുന്നത്, എൻ്റെ ഭാര്യയുമായിട്ട് ഞങ്ങൾ പിരിയുന്നതിനിടയായ സാഹചര്യം ഞാൻ സൂചിപ്പിക്കാം. ആദ്യം അദ്ദേഹം പറയുന്നത് ഈ റിപ്പോർട്ട്, രാജൻ ജോസഫ് പറഞ്ഞത് ഈ റിപ്പോർട്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വിടണമെന്ന് എന്തുകൊണ്ട് മമ്മൂട്ടി മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നില്ല? അവർ നിരപരാധികളാണെങ്കിൽ അവരത് ആവശ്യപ്പെടാനുള്ള ആർജവം കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞതല്ല, ഇപ്പോൾ അടുത്ത് പറഞ്ഞു. അതിനു മുമ്പ് 2.5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നാരദ ന്യൂസിൽ ചെയ്ത സ്റ്റോറിയുണ്ട്.
അന്ന് പിന്നെ അവിടെ നിന്ന് അവർ പറഞ്ഞു, കാരണം ഇത് ഇപ്പോൾ റിപ്പോർട്ടൊന്നും പുറത്തുവിടാൻ സാധ്യതയില്ല, മധുസ്വാമിലൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ നീ പേര് പറയണ്ട, സൂചനകൾ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അന്ന് വളരെ ഷാർപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ സിദ്ദിഖിനെക്കുറിച്ചും കമലിനെക്കുറിച്ചും രഞ്ജിത്തിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. രഞ്ജിത്തിനെതിരെ ഇതുവരെയൊന്നും വന്നിട്ടില്ല, പുറത്ത് അല്ല കമലിനെതിരെ പുറത്ത് വന്നിട്ടില്ല. മറ്റൊരു രണ്ടുപേരെ വിക്കറ്റ് പോയി. ഞാൻ പറഞ്ഞത് ശരിയായിരുന്നു, മുൻകൂട്ടി പ്രഖ്യാപിച്ചത്, മുൻകൂട്ടി പ്രവചിച്ചത്. ഈ റിപ്പോർട്ടും മൊഴികളും ഒക്കെ പുറത്ത് റിപ്പോർട്ട് വിട്ടിട്ടില്ല. ഇപ്പം ഇദ്ദേഹം പറഞ്ഞത് ഇപ്പം അതേപോലെ തന്നെ. രണ്ടാമത്, ഞാൻ സമീപകാലത്ത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് കോടതി നിർദ്ദേശിച്ച സമയത്ത് ഒരാഴ്ചയ്ക്കകം പുറത്തുവിടണമെന്ന് സജിമോൻ പാറയിൽ എന്ന് പറയുന്ന നിർമ്മാതാവിൻ്റെ അത് പുറത്തുവിടുന്നത് തടയാനുള്ള ഹർജി തള്ളിക്കൊണ്ട് ജസ്റ്റിസ് അരുണിൻ്റെ വിധി വന്നപ്പം ഞാൻ അന്ന് പറഞ്ഞു, ഇതിൻ്റെ ഈ മൊഴികൾ ഇരയുടെ പേരൊഴിച്ച് മൊഴികൾ ഉൾപ്പെടെയുള്ളവ പരിപൂർണമായും പുറത്തുവിടണം. ഇരയുടെ മൊഴി മാത്രമേ ഉള്ളൂ ഇരയുടെ പേര് മാത്രമേ ഉള്ളൂ പുറത്ത് വിടേണ്ടാത്തതേ ഉള്ളൂ, ബാക്കിയുള്ളതെല്ലാം പുറത്ത് വിടണം എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് പുറത്ത് വിടാതിരിക്കാനുള്ള സമ്മർദ്ദമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്ന് സർക്കാരിന് മേലെ ഏറ്റവും സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരാളാണ് മമ്മൂട്ടി, കൈരളി ടിവിയുടെ ചെയർമാനാണ്. അപ്പം ഞാൻ പറഞ്ഞു, രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ്, കമൽ മുൻ ചെയർമാനാണ്, ഗണേഷ് മന്ത്രിയാണ്, മുകേഷ് MLA ആണ്. ഇവരൊക്കെ നിരപരാധികളാണെങ്കിൽ ഇവർക്ക് ആർജവത്തോടെ പറയാൻ കഴിയണം. അത് ഈ പരാതിയുടെ പൂർണ്ണ വിവരങ്ങൾ ഉൾപ്പെടെ പേര് ഒഴിവാക്കിക്കൊണ്ട് മൊഴികൾ ഉൾപ്പെടെയുള്ളവ, ഇവർ സിറ്റിങ്ങിൽ കൊടുത്തിട്ടുള്ള മൊഴികൾ ഉൾപ്പെടെ പുറത്ത് വിടണം. അത് പൊതുജനം അറിയാൻ അർഹരാണ്. 1,06,55,000 രൂപ എൻ്റെയും നിങ്ങളുടെയും നികുതി പണത്തിൽ നിന്ന് എടുത്ത് ചെലവഴിച്ചതാണ്. അത് പറയാൻ ഇവരുടെ മടിയിൽ കനമില്ലെങ്കിൽ ഇവരതിനുള്ള ധൈര്യം കാണിക്കണം. പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരിന്മേൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ആൾക്കാർ, സുപ്രധാനമായ പദവികളിലിരിക്കുന്നവർ, അവർ പാർട്ടിയുമായി ബന്ധപ്പെട്ട അങ്ങനെ ഇരിക്കുന്ന ആളുകൾ എന്ന രീതിയിൽ മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർക്ക് അങ്ങനെ പറയാനുള്ള ആർജവമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് വരെ ആർജവം കാണിച്ചിട്ടില്ല. കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടില്ലേ ഇപ്പോൾ എന്നാണ് ശാന്തിയുടെ ദിനേശേട്ടൻ ചോദിക്കുന്നത്. ഞാൻ പറയട്ടെ, കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ എത്രയോ പേജുകളാണ് മുക്കിയിട്ടിരിക്കുന്നത്. അതിലെന്താ അത്ര വലിയ ബോംബ്? അത് നാട്ടുകാർ അറിയട്ടെ, പൊട്ടുകയാണെങ്കിൽ പൊട്ടട്ടെ. ഇരയുടെ പേരൊഴിച്ച് ആ സാധനം പുറത്തേക്ക് വിടണം എന്നുള്ളതാണ് പറഞ്ഞത്. ഇവിടെ ഏതെങ്കിലും ഒരുത്തൻ റോട്ടിൽ കൂടി പോകുമ്പോൾ ഏതെങ്കിലും മാനസിക വൈകല്യമുള്ളവൻ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ണിറക്കി കാണിച്ചാൽ വരെ അവൻ്റെ പേരും വീട്ടുപേരും അച്ഛൻ്റെ പേരും അമ്മയുടെ പേരും പ്രായവും നാടും എല്ലാം കൂടെ പുറത്തു വിടുന്നുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു ആരോപണം വരുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടി എടുത്ത് പറയുന്നുണ്ട്. ആ ഉമ്മൻചാണ്ടിയെ ക്രൂശിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യാജ ആരോപണം വന്നപ്പോൾ പോലും അതിട്ടിട്ട് അലക്കിയിട്ടുണ്ട്. എന്നിട്ട് അപ്പീലുകൾ സമരം നടത്തിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ. അരുതേ എന്ന് മമ്മൂട്ടി പോലും പറഞ്ഞിട്ടില്ല. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഈ പാർട്ടിയുടെ ചാനലിൻ്റെ ചെയർമാൻ സ്ഥാനം രാജിവെക്കുകയാണെന്നുള്ള പറയണ്ടേ? ഇത്തരം തോന്നിവാസം നടക്കുകയാണ്. ഈ കൈരളിക്കകത്തൊക്കെ അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ എത്ര വൃത്തികെട്ട ആരോപണങ്ങൾ വന്നു, വാർത്തകൾ വന്നു. VS-നെതിരെ കൈരളിയെ കൊണ്ട് ഉപയോഗിച്ച് എന്തെല്ലാം കളി നടത്തി. ഫാരിസ് അബൂബക്കറിൻ്റെയും ഒക്കെ ഇൻ്റർവ്യൂ നടത്തിയിട്ട്, സൂഫി അഹമ്മദിനെ ഇൻ്റർവ്യൂ നടത്തിയിട്ട്, തീവ്രവാദത്തിന് പോയിട്ട് കളമശ്ശേരിയിലെ ബസ് കത്തിക്കൽ, ഇതൊക്കെ നടത്തിയിട്ട് എന്തുകൊണ്ടാണ് മമ്മൂട്ടി പിന്നെ അവിടെ നിൽക്കുന്നത്? അപ്പോൾ ഇതൊരു ബാർട്ടർ സമ്പ്രദായമാണ്, പരസ്പരം അഡ്ജസ്റ്റ്മെൻറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്ര വിശുദ്ധരൊന്നും അല്ല എന്ന് തന്നെ വീണ്ടും പറയുന്നു. അദ്ദേഹം പറഞ്ഞു, രാജൻ മമ്മൂട്ടിയുടെ നന്മ തിരിച്ചറിയണം. നന്മ തിരിച്ചറിയാം. മമ്മൂട്ടി എന്തുകൊണ്ട് ആർജവത്തോടെ പറയുന്നില്ല? എന്നാൽ തൻ്റെ ഇടമുള്ള പുരുഷന്മാരുടെ ഭാഗത്ത് നിന്നാകെ രണ്ടുപേരെ ഏറ്റവും കൂടുതൽ ശക്തമായ നിലപാടെടുത്ത്, ജഗദീഷും കുഴപ്പമില്ലാത്ത നിലപാടെടുത്തിട്ടുണ്ട്. അങ്ങനെ പൃഥ്വിരാജും ജോയി മാത്യുവും മാത്രമാണ് ഇതുവരെ അതിൻ്റെ പരിപൂർണമായ രൂപത്തിൽ പുറത്തുവിടണമെന്ന് പറഞ്ഞത്. നിയമാനുസൃതമായി ഈ ആരോപണ വിധേയരുടെ പേര് പുറത്ത് വിടാതിരിക്കാൻ പ്രത്യേകിച്ച് ന്യായീകരണമൊന്നുമില്ല, അവർക്ക് സംരക്ഷണമില്ല എന്ന് അതിന്മേൽ സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്നും പൃഥ്വിരാജ് വളരെ ഭംഗിയായി വെടിപ്പായി പറഞ്ഞു വെച്ചു. ജോയ് മാത്യു അത് തന്നെ കൃത്യമായിട്ട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ചോദിച്ചു, ദിലീപ് ചെയ്ത അത്രയും വലിയ തെറ്റൊന്നും ഇതിനകത്തില്ല എന്ന് പറഞ്ഞു. അത് തന്നെ ജോയ് മാത്യു പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പാ. ദിലീപ് ചെയ്തിട്ടുള്ള കൊട്ടേഷൻ കൊടുക്കൽ എത്ര വൃത്തികേടായിരുന്നു. ഒരു പെൺകുട്ടിയെ ഭ്രാന്തിയാക്കി പോവില്ലേ, അതിൻ്റെ ജീവിതം തകർക്കാനല്ലേ നോക്കിയേ. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജോയ് മാത്യുവും ദിലീപിൻ്റെ വിഷയത്തിൽ പോലും ജോയ് മാത്യു അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ എടുത്ത ഈ പെൺകുട്ടികൾ, പാർവതി തിരുവോത്തും രമ്യ നമ്പീശനും റിമ കല്ലെങ്കിലും ഒക്കെ എടുത്തിട്ടുള്ള ആ സ്റ്റാൻഡെങ്കിലും അറ്റ്ലീസ്റ്റ് മമ്മൂട്ടിക്ക് എടുക്കാൻ തോന്നിയിട്ടുണ്ടോ? മമ്മൂട്ടിയുടെ മുമ്പിലിരുന്നിട്ടല്ലേ, മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ മുമ്പിലിരുന്നിട്ടല്ലേ ഈ ഗണേശും മുകേഷും ഒക്കെ മാധ്യമങ്ങളുടെ നേരെ ചാടിക്കയറിയത്? എടുത്തോ? വാ തുറന്നിട്ടുണ്ടോ? ഒരഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഇവരെങ്ങനെ വിശുദ്ധരാവുന്നത്? ഇവരുടെ ആ ഫാൻസുകാർക്ക് കലി ഇളകി കഴിഞ്ഞാൽ എനിക്കൊരു തേങ്ങയില്ല. പിന്നെ ശാന്തിയുടെ ദിനേശേട്ടൻ ഇതിനകത്ത് തന്നെ ഇപ്പോൾ പറയുന്ന കേട്ടോ, ദിലീപിൻ്റെ കേസിലെ വിഷയത്തിലൊക്കെയുള്ള ശാന്തിവിള ദിനേശേട്ടൻ്റെ സംസാരം കേട്ടാൽ ആ നടി തന്നെ നടിയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്താണെന്ന് തോന്നും. എനിക്കങ്ങനെ മനസ്സിലാവണേ അത് കേട്ടിട്ട്. TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ സൈബർ കമ്മികൾ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചപ്പം അവർ TP ചന്ദ്രശേഖരൻ 52 സ്വയം വെട്ടി ചത്തതാണ് എന്ന് പറയാതിരുന്നത് മഹാഭാഗ്യമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അതാണ് അവർ പറയേണ്ട എസൻസ്. ആ രീതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്.
അത് സമാനമായ രീതിയിലാണ് ശാന്തിവിള ദിനേശേട്ടൻ ഈ വിഷയത്തിനകത്തുള്ള സമീപനം എന്നുള്ള അഭിപ്രായത്തിൽ ഞാൻ ഉറച്ചു വെക്കുന്നത്. കാരണം ശാന്തിവിള ദിനേശേട്ടൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. നടി തന്നെ നടിയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നടിയുടെ അമ്മയോ പിന്നെ അല്ലെങ്കിൽ നടിയോട് സ്നേഹമുള്ളവരോ നടിയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് നടി തന്നെ അങ്ങനെ തന്നെ പറയാം, നടി തന്നെ എന്നെ ആക്രമിക്കണം, എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യണം, എന്നെ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കണം എന്ന് പറഞ്ഞിട്ട് കൊട്ടേഷൻ കൊടുത്തു. എന്നൊരു കൊട്ടേഷൻ കൊടുത്തിട്ട് മറ്റവനെ കൊടുക്കാൻ നോക്കി എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്താ ഇപ്പം ഇതിനൊക്കെ പറയുക. പിന്നെ അദ്ദേഹം പറഞ്ഞു സിദ്ദിഖ്, മുകേഷ്, ഗണേഷ്, ബാബുരാജ്, ഇടവേള ബാബു തുടങ്ങിയവരെല്ലാം വളരെ മാന്യന്മാരാണ്. സിദ്ദിഖിനെ കുറിച്ചൊക്കെ അങ്ങനെ പറയാമോ എന്ന് അദ്ദേഹം സ്റ്റോറി ചോദിക്കുന്നു. സിദ്ദിഖിൻ്റെ ഭാര്യ 12 വർഷം മുമ്പ് ആത്മഹത്യ ചെയ്ത സംഭവത്തെക്കുറിച്ചൊക്കെ ഇനിയിപ്പോൾ നമ്മൾ പറയാം, അങ്ങനെ കാലം ഇത്രയായില്ല, ഇനി അങ്ങനെ പറയാൻ പാടുണ്ടോ രാജാ എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം. നമ്മളിതിനെക്കുറിച്ചൊക്കെ ഇപ്പോഴും പറയും, നമ്മളിതിനെക്കുറിച്ചൊക്കെ എത്ര പറയും. കൂടത്തായി പിന്നെ കേസ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് തെളിഞ്ഞത്. സ്വാഭാവിക ഭരണമായിട്ട് തട്ടി വിട്ടതുണ്ട്, പലതും അങ്ങനെയായിരുന്നു രേഖപ്പെടുത്തപ്പെട്ടത്. പിന്നെ വന്നപ്പോഴല്ലേ അതിൻ്റെ ഭീകരത മനസ്സിലാവുന്നത്. എത്ര അപ്പോൾ ഇത് പറയാനുള്ള ആർജവം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഞാൻ പറയുന്നു, ഇപ്പോൾ സിദ്ദിഖിനെതിരെ ആരോപണം വന്നിട്ട് പോലും ഇപ്പോഴും ആരോപണം വന്നിട്ടാണ് ഇന്ന് രാവിലെയാണ് ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. സിദ്ദിഖ്, മുകേഷ്, മമ്മൂട്ടി, മോഹൻലാൽ, ഗണേഷ്, ബാബുരാജ്, ഇടവേള ബാബു, ദിലീപ് തുടങ്ങിയവരെല്ലാം പരിശുദ്ധന്മാരാണ് എന്ന് വിശ്വസിക്കാൻ അദ്ദേഹത്തിന് അവകാശമുള്ളതുപോലെ അവരുടെ നിശബ്ദത അങ്ങേയറ്റത്തെ കുറ്റകരമാണ്, മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ കുറ്റമാണെന്നും ആ നിശബ്ദത കാലത്തോട് ചെയ്യുന്ന അനീതിയാണെന്നും ആ നിശബ്ദത ചലച്ചിത്ര മേഖലയോടും അതിനോട് അഭിനിവേശമുള്ള പുതിയ കലാകാരന്മാരോടും കലാകാരിമാരോടും ചെയ്യുന്ന തിന്മയാണെന്നും കുറ്റകരമായ മൗനമാണ് അവർ കാണിക്കുന്നതെന്നും ഉള്ള ബോധ്യം. അതേപോലെ സിദ്ദിഖും, ബാബുരാജും, ഗണേഷും, മുകേഷും, ഇടവേള ബാബുവും, രഞ്ജിത്തും, കമലും ഒന്നും കമലിനെതിരെ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ റിപ്പോർട്ട് ഫുള്ളായിട്ട് പുറത്തുവിട്ടാൽ കമലും ശരിയായി. ജൂബയ്ക്ക് പിന്നെ റെയിൻകോട്ട് തന്നെ അടിക്കുന്ന മാതിരി ജൂബയ്ക്ക് തലയും കൂടെ കവർ ചെയ്യാനുള്ള സാധനം, മുഖം കൂടെ കവർ ചെയ്യാനുള്ള സാധനം മേപ്പോട്ടും കൂടി അടിച്ചിടേണ്ടി വരും പുറത്തിറങ്ങി നടക്കുമ്പോൾ, നാണക്കേടാവും. അപ്പോൾ ഇതെല്ലാം വിശുദ്ധരാണെന്ന് അദ്ദേഹം പറയുമ്പോൾ ഞാൻ തിരിച്ചുള്ള അഭിപ്രായത്തിൽ തന്നെ നിൽക്കുന്നത്. ശാന്തിവിള ദിനേശനായിട്ട് അവിടെ എനിക്ക് വിയോജിപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കകത്ത് അദ്ദേഹം എൻ്റെ മദ്യപാനത്തെക്കുറിച്ച് പറഞ്ഞതിനകത്തും വിയോജിപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞ മദ്യപാനം പരിപൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നും അദ്ദേഹം പിന്നെ നോൺ വെജ് കഴിക്കാറില്ലെന്നും അദ്ദേഹം മദ്യപിക്കാറില്ല എന്നും പിന്നെ അദ്ദേഹം പിന്നെ എന്ന് പറഞ്ഞതിൽ എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട്. എന്നെ കൊണ്ട് പിന്നെ പ്യൂർ വെജിറ്റേറിയനായിട്ട് ഞാൻ ഇടയ്ക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വെജിറ്റേറിയൻ ഹോട്ടലിൽ ചിലപ്പോൾ തോന്നിക്കഴിഞ്ഞാൽ എടപ്പള്ളി ശരവണഭവനിൽ പോയിക്കാൻ നല്ല ഫുഡ് കിട്ടും. ചിലപ്പോൾ തോന്നിക്കഴിഞ്ഞാൽ ഏറ്റവും പ്യൂർ വെജിറ്റേറിയനാണ് നമുക്ക് വിശ്വസിക്കാം. അവിടെ വെജിറ്റേറിയൻ കഴിക്കാൻ തോന്നുന്ന സമയത്ത് വെജിറ്റേറിയൻ ഹോട്ടലിൽ പോവുള്ളൂ. നോൺ വെജും കൂടെ ഉണ്ടാക്കുന്നിടത്താകുമ്പോൾ എങ്ങനെയായാലും ഈ മാത്രമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്യുക. അപ്പോൾ ആ ഒരു മൂഡ് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കഴിക്കുക. പിന്നെ അടുത്തൊരു കാര്യം അദ്ദേഹം പറഞ്ഞ് അദ്ദേഹം വ്യഭിചരിക്കാനും പോകാറില്ല എന്നാണ്. ഞാനും ഇതുവരെ പോയിട്ടില്ല, അതിന് ഞാൻ പോയിട്ടില്ല. പിന്നെ മദ്യപാനമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം പറയുമ്പം ഇതിലുള്ളൊരു വിഷയം മദ്യപാന ഫുള്ള് അതിനകത്തുള്ള കമൻറ്റ് ഒരു കമൻറ്റ് ഇട്ടിരിക്കുക. ഞാൻ ആ യൂട്യൂബിൽ ഞാൻ കണ്ടു. പിന്നെ രാജൻ ജോസഫ് എൻ്റെ നാട്ടുകാരനാണ്, എന്തോ ഒരു ബ്യൂട്ടി ബോയ് അങ്ങനെന്തോ പറഞ്ഞിട്ടൊരു ഫേക്കാണ് യൂട്യൂബിലെ. അതിനകത്ത് വന്നിരിക്കുകയാണ് രാജൻ ജോസഫ് എൻ്റെ നാട്ടുകാരനാണ്, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ ഫുള്ള് വെള്ളമടിച്ച് അലമ്പുണ്ടാക്കിയാണ് നടക്കലാണ് പണിയെന്ന്. ഞാൻ അവിടെ തന്നെ കമൻറ്റ് ഇട്ട് കൊടുത്തു തിരിച്ച് മറുപടി. നിങ്ങൾ എൻ്റെ നാട്ടുകാരനാണെങ്കിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ പിന്നെ വീട്ടഡ്രസ്സ്, നിങ്ങളുടെ ഒരു ഫോട്ടോയും കൂടി ഇവിടെ പോസ്റ്റ് ചെയ്യാൻ ഞാൻ വെല്ലുവിളിച്ചു. എൻ്റെ നാട്ടുകാരനാണല്ലോ, നാട്ടുകാർക്ക് വേണ്ടാത്തവനാണല്ലോ ഞാൻ. അപ്പോൾ പിന്നെ ഇയാൾക്ക് പറയാമല്ലോ ധൈര്യമായിട്ട്, അയാളുടെ കൂടെ ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനെ എൻ്റെ നാട്ടുകാരനായിട്ടുള്ള ആളല്ലാന്ന് എനിക്ക് ഉറപ്പാണ്. ഇല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് അവിടെ ഇടാൻ പറഞ്ഞു ഞാൻ. എൻ്റെത് എന്തായാലും വിസിബിൾ ആണല്ലോ എല്ലാവർക്കും. എൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാം, എൻ്റെ ഫോൺ നമ്പർ അറിയാം, എൻ്റെ ഫോട്ടോ അറിയാം, എൻ്റെ പ്രൊഫൈൽ അറിയാം, എല്ലാം അറിയാം, എൻ്റെ അഡ്രസ്സ് അറിയാം, എല്ലാം അറിയാം. പിന്നെ ഞാൻ അങ്ങനെ വെല്ലുവിളിച്ചു. നാട്ടിൽ മദ്യപിക്കുന്നുള്ളതൊക്കെ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും അറിയാം. അതിനെന്താ സിഗരറ്റ് വലിക്കുന്നു അറിയാം. അത് മദ്യപിച്ച് ഞാൻ എവിടെയും പിന്നെ ബോധം കെട്ട് എവിടെയും പോയില്ല. മദ്യപിച്ച് ഞാൻ എവിടെയും വാളുവെച്ചിട്ടില്ല. മദ്യപിച്ച് ഞാൻ ആരെയും വാതിൽ തട്ടാൻ പോയിട്ടില്ല. മദ്യപിച്ച് ഞാനിത് കേരളത്തിൽ എത്രയോ ബാറുകളിലിരുന്ന് കുടിച്ചിട്ടുണ്ട്. ഞാൻ മദ്യപിച്ചെന്ന് വരെ ബാറിൽ അടിപിടി ഉണ്ടാക്കിയിട്ടില്ല. ട്രെയിനിലിരുന്ന് മദ്യപിച്ചിട്ടുണ്ട്, ഫ്ലൈറ്റിലിരുന്ന്, സ്വാഭാവികമാണല്ലോ ഫ്ലൈറ്റിലിരുന്ന്. എക്സിക്യൂട്ടീവ് ക്ലാസ്സിലും ഒക്കെ യാത്ര ചെയ്യുമ്പോഴും ആണെങ്കിലും, എക്സിക്യൂട്ടീവ് ക്ലാസ്സിലാണെങ്കിൽ പിന്നെ ചോദിക്കാതെ തന്നെ കൂടുതൽ തരും. ക്ഷമിക്കണം, ബിസിനസ് ക്ലാസ്സിൽ അത് ഒരു സമയത്ത് അതിലായിരുന്നു യാത്ര ചെയ്യാറ്. കമ്പനിയുടെ ടിക്കറ്റ് അങ്ങനെ ഉണ്ടാകുമ്പോഴാട്ടോ, അല്ലാതെ എൻ്റെ കയ്യിലെ പൈസയ്ക്കൊന്നും ഞാനങ്ങനെ പോകില്ല. എൻ്റെ കയ്യിലെ പൈസയ്ക്ക് ഞാനങ്ങനെ വന്നിട്ടുണ്ട് ഒരു സമയത്ത്. ഒരു പിന്നെ സുഹൃത്തിൻ്റെ മരണമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരേണ്ടി വന്നപ്പം വേറെ ടിക്കറ്റൊന്നും ഇല്ലാത്തപ്പോൾ, അല്ലാതെ ഞാനങ്ങനെ ചെയ്ത് വന്നിട്ടില്ല. കാരണം നമ്മളെ കൊണ്ട് ശരിയാവില്ല. ഇതെല്ലാം കുടിച്ചിട്ടുണ്ട്. കാറിലിരുന്ന് മദ്യപിച്ചിട്ടുണ്ട്, കാറിലിരുന്ന് നാട്ടിലും മദ്യപിച്ചിട്ടുണ്ട്. ഗൾഫിൽ പൊതുസ്ഥലത്ത് മദ്യപാനം പാടില്ലാത്ത ലുലു മാളിൻ്റെയൊക്കെ മുമ്പിൽ അവിടെ പാർക്കിങ്ങിൽ ഇരുന്നിട്ട് ഞങ്ങൾ പിന്നെ കഴിച്ചിട്ടുണ്ട്.
ഗൾഫിലുള്ള പിന്നെ സാധാ ഹോട്ടലുകളിൽ പിന്നെ മാത്രമല്ല ബീച്ചിലിരുന്ന് കഴിച്ചിട്ടുണ്ട്. ബീച്ചിലിരുന്ന് ആദ്യം 4 സീസൺസ് ഹോട്ടലാണ്. അവിടെ ഞാൻ ഒരു പിന്നെ ന്യൂസിലൻഡുകാരായിട്ടുള്ള ഫാമിലിയുടെ കൂടെ ഒരു ഭാര്യയും ഭർത്താവും അവരുടെ കൂടെയാണ്. കാരണം അതൊരു ജോലിയുടെ ഇൻ്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ ഇരുന്ന് സംസാരിക്കാമെന്ന് വെച്ചു. അവിടെ നിന്ന് അവർ പിന്നെ അവർ മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെനിക്ക് പിന്നെ കഴിക്കുമെന്ന് ചോദിച്ചു, ഓഫർ ചെയ്തു. പിന്നെ എനിക്ക് വേണ്ടി ഓർഡർ ചെയ്തു. ഞാനും അവരും കൂടെ മദ്യപിച്ചുകൊണ്ടാണ് അനൗദ്യോഗികമായൊരു ഇൻ്റർവ്യൂ ഓഫീസിൽ വെച്ചിട്ടല്ല നടന്നത്. ആ ജോബ് എനിക്ക് കിട്ടുകയും ചെയ്തതാണ്. പക്ഷേ ഞാൻ അതിനേക്കാൾ ബെറ്റർ കിട്ടിയപ്പോൾ പിന്നെ വേറെ പോയി. 4 സീസൺ മാത്രമല്ല, റിറ്റ്സ് കാർട്ടൺ, ഷെറാട്ടൺ, മാരിയറ്റ്, ഇവിടെ എല്ലാം പോയി മദ്യപിച്ചിട്ടുണ്ടെന്നേ. അതൊക്കെ ഫ്രീ ആയിട്ട് ആരെങ്കിലും ഓഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ വിളിക്കുമ്പോൾ അങ്ങനെയൊക്കെ പോയിട്ടാണ് കഴിച്ചിട്ടുള്ളത്. അല്ലാതെ നമ്മുടെ പൈസയ്ക്ക് അവിടെ പോയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല. കോടീശ്വരന്മാർക്കേ പറ്റുള്ളൂ അത്. പിന്നെ ഈ വൈറ്റ്സിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന കാലത്ത്, യൂറോപ്യൻസിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന കാലത്തൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെയും അല്ലാതെ എന്തെങ്കിലും പിന്നെ മറ്റുള്ള സുഹൃത്തുക്കൾ, ഇപ്പോൾ റമദാൻ ഹോട്ടലിൽ പോലും ഞാൻ ആകെ പോയിട്ടുള്ളത്, ഞാൻ പോയി കഴിച്ചിട്ടുള്ളത് ആരെങ്കിലും നിർബന്ധിച്ച്. ആ കാലത്ത് ഞാൻ ഫേസ്ബുക്കിൽ എഴുതുന്ന കാലമാണ്. എനിക്ക് തോന്നുന്നു ആ എഴുത്തിന് കുറച്ചും കൂടി ഭംഗിയുണ്ടായിരുന്നു എഴുതുന്ന കാലത്ത്. അതാകുമ്പം കൃത്യമായിട്ട് ആ ഒരു സാഹിത്യത്തിലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് ഫിലിം റിവ്യൂ, ബുക്ക് റിവ്യൂ, മറ്റുള്ള സാഹിത്യ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, സാംസ്കാരിക വിഷയങ്ങൾ, അങ്ങനെയുള്ളതായിരുന്നു കൈകാര്യം ചെയ്യുക. ഇപ്പോൾ പിന്നെ ഇത് ബ്ലാ 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 നമ്മൾ വ്ളോഗാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രശ്നമുണ്ട്. അതങ്ങനെയല്ല. അത് കുറച്ചുകൂടി എഴുതുമ്പോൾ കുറച്ചുകൂടി ക്രിയേറ്റിവിറ്റി കൂടും. അപ്പോൾ ആ സമയത്ത് അങ്ങനെ എഴുത്തിലൂടെ പരിചയപ്പെട്ട് പലരും വരികയും അങ്ങനെയൊക്കെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ വീക്കെൻഡിലും കുറച്ച് നേരം വർത്തമാനം പറയാനാണ് ഞാൻ കഴിക്കുന്നറിയാം. അപ്പോൾ അങ്ങനെ അന്നൊക്കെ വീക്കെൻഡിലേ കഴിക്കാറുള്ളൂ, അല്ലാത്ത ദിവസങ്ങളിൽ കഴിക്കാറില്ല. ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇദ്ദേഹം പറഞ്ഞ പോലെ എനിക്ക് ജോലിയില്ല എന്ന് പറഞ്ഞു. ജോലി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എനിക്ക് നല്ല ജോബ് ഓഫേഴ്സ് വന്നതാണ്. ഞാനിപ്പോൾ ഈ മീഡിയ ഫീൽഡിൽ തന്നെ നിൽക്കാനാണ്, കണ്ടിന്യൂ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് പിന്നെ ഒരു ചാനലിൽ പോയി ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട്. ഒരു സ്റ്റോറി പോയി ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സ്റ്റോറി ചെയ്യാൻ എനിക്ക് ആകെ അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ നേരത്തേക്ക് സ്റ്റുഡിയോയിൽ ചെന്ന് കഴിഞ്ഞാൽ 4 മണിക്കാണ് ചെല്ലുന്നതെന്ന് വെച്ചാൽ 4 മണിക്ക് കയറി 5 മണിക്ക് ഇറങ്ങും. അതിനിടയിൽ 2 സ്റ്റോറി ചെയ്ത് കഴിഞ്ഞാൽ അതിനിടയ്ക്ക് കുറച്ച് നേരം ബ്രേക്ക് എടുക്കും, കുറച്ച് നേരം വർത്താനം പറയും. 2 സ്റ്റോറി ചെയ്ത് കഴിഞ്ഞാൽ 3000 രൂപ കിട്ടും. അതുകൊണ്ട് എനിക്ക് തൽക്കാലം അതാണ്. പിന്നെ ബാക്കിയുള്ള എൻ്റെ കാര്യങ്ങളും ബാക്കിയുള്ളതൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, യാത്ര ചെയ്യാൻ തോന്നുമ്പോൾ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ആ പറഞ്ഞതിനകത്ത് ഈ മദ്യപാനവുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് ഇങ്ങനെ അത് വെറും ജോസഫ് രാവിലെ എഴുന്നേറ്റാൽ, ഞാനിപ്പോൾ സമയം രാത്രി ചെയ്യും, ഞാനത് എയർ ചെയ്യുമ്പോൾ സമയം കുറച്ചുകൂടെ ആവും. ഇപ്പോൾ 8:25 രാത്രി 8:25 ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഈ സ്റ്റോറി ചെയ്യുമ്പം ഞാൻ മദ്യപിച്ചിട്ടില്ല, ഒരു തുള്ളി മദ്യപിച്ചിട്ടില്ല. മറ്റേത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈ വറയ്ക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പിന്നെ ചായ പോലും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ഛർദ്ദിക്കുന്ന അവസ്ഥയിലൊക്കെ അങ്ങനെ ഞാനൊക്കെ ഒരു ഘട്ടത്തിൽ പോയിട്ടുണ്ട്. ഭയങ്കര ഡിപ്രഷനിലൊക്കെ ആവുന്ന സമയത്ത് അങ്ങനെ പോയിട്ടുണ്ട്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വളരെ പിന്നെ ശ്രദ്ധിച്ചാണ് പോകുന്നത് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതാണ് അതിനകത്ത് എനിക്ക് പറയാനുള്ള കാര്യം. പിന്നെ ഞാനിപ്പോൾ ഞാൻ പല സ്ഥലത്തും റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇപ്പം ചില മീഡിയകളിലൊക്കെ സബ് എഡിറ്റേഴ്സിനൊക്കെ എടുക്കുമ്പം ഈ ഓൺലൈനിൽ അതിന് റിക്രൂട്ട്മെൻറ്റ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് വരെ ഒരു സെക്ഷൽ ഫേവർ അതിൻ്റെ പേരിൽ ആളോട് ചോദിക്കാൻ പോയിട്ടില്ല. എനിക്ക് നല്ല ധൈര്യത്തോടു കൂടി പറയാം. അദ്ദേഹത്തിനും അത്തരം ആരോപണങ്ങളൊന്നും ഇന്ന് വരെ ശാന്തിവിള ദിനേശേട്ടനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ അദ്ദേഹം കുറേ ഗോസിപ്പുകൾ പറയുന്നു, അങ്ങനെയൊക്കെയുള്ളതും അദ്ദേഹത്തിന് അനുഭവങ്ങളുണ്ടാവും, അദ്ദേഹത്തിന് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ തോന്നലുകളുണ്ടാവും, ചിലപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെയുള്ള ആൾക്കാരെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അത് അദ്ദേഹം സ്റ്റോറി ചെയ്യുന്നു, മരിച്ചുപോയവരെക്കുറിച്ചും ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ചും. അതൊക്കെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ചോയ്സാണ്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഫിലിം മേഖലയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഫിലിം ഫീൽഡിലൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും എനിക്ക് ഈ മേഖലയിലുള്ള ഒരുപാട് ആളുകളായിട്ട് ബന്ധമുണ്ട്. സാഹിത്യ രംഗത്തുള്ളവരുണ്ട്, സാംസ്കാരിക രംഗത്തുള്ളവരുണ്ട്, രാഷ്ട്രീയ രംഗത്തുള്ളവരുണ്ട്. ഇദ്ദേഹം സിനിമയെ മേഖലയെക്കുറിച്ച് പറയുമ്പോൾ എനിക്കതിനകത്ത് ഞാൻ പഠിക്കുന്ന കാലത്ത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴൊക്കെ അന്ന് എനിക്ക് തോന്നുന്ന ബിജു മേനോൻ്റെ സിനിമ പുത്രൻ എന്നായിരുന്നു തോന്നുന്നു ആദ്യത്തെ സിനിമ. പിന്നെ ആ സിനിമ ഇപ്പോൾ തന്നെ കൺഫേം ചെയ്യാം. ബിജു മേനോൻ. ഇപ്പോൾ പറയാം. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴത്. ഒരു സെക്കൻഡ്. 91 ഈഗിൾ എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹം ആദ്യം അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഓരോ വിളിയും കാതോർന്നുള്ള സിനിമയിൽ. പക്ഷേ ആദ്യമായിട്ട് നായകനാവുന്ന സിനിമയാണ് പുത്രൻ. 94 റിലീസായ, ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുക. ആ സമയത്ത് അദ്ദേഹം പിന്നെ മിഖായലിൻ്റെ സന്തതികൾ എന്നുള്ള സീരിയലിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആ പുത്രനിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ പിന്നെ ദീർഘദൂരം യാത്ര ചെയ്യുക ഒരുമിച്ച്. പിന്നെ രാവിലത്തെ ഭക്ഷണം ഒരുമിച്ച്, ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഒരുമിച്ച്, വൈകുന്നേരത്തെ ചായ ഒരുമിച്ച്, അങ്ങനെ കഴിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ബന്ധങ്ങൾ അന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ ബന്ധം മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ബിജു മേനോൻ മാത്രമല്ല, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി,
പിന്നെ ഒക്കെ ആയിട്ട് ഒരുപാട് യാത്ര ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഗിരീഷ് പുത്തഞ്ചേരിയുമായിട്ടുള്ള ബന്ധം കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോയിരുന്നു ഒരു ഘട്ടത്തിൽ. പിന്നെ അനിൽ പനച്ചൂരാൻ മരിച്ചുപോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മനുഷ്യനാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് പിന്നെ മദ്യപിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ടൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഈ മേഖലയിൽ പല ആൾക്കാരുമായിട്ടും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. സാഹിത്യരംഗത്താണെങ്കിൽ എ സഹദേവൻ, നമ്മൾ 24th ഫ്രെയിം എന്ന് പറഞ്ഞ് ഇന്ത്യ വിഷനിലെ ക്ലാസിക് സിനിമകളെക്കുറിച്ചിട്ടുള്ള റിവ്യൂ നടത്തിയിരുന്ന എ സഹദേവൻ സാർ മരിച്ചുപോയി. അതേപോലെ തന്നെ അദ്ദേഹം മുഖേന ഒരുപാട് കണക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹമാണ് എന്നെ UK കുമാരൻ, പഴയ സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ്, എഴുത്തുകാരൻ, കുമാരേട്ടനും അതേപോലെ തന്നെ KP രാമനുണ്ണിക്ക്, ഉണ്ണിയേട്ടനൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ പ്രോഗ്രാമിൽ സ്വരാജ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനാകുമ്പോൾ അവിടെ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. ഉണ്ണിയേട്ടൻ ഖത്തറിൽ വന്നപ്പോൾ പിന്നെ എൻ്റെ റൂമിൽ എന്നെ കാണാൻ വേണ്ടി വന്നു. ഇപ്പോൾ അത് 10-12 വർഷമായി, അതിന് അത്രയും കാലം മുമ്പാണ്. അപ്പോൾ അതേപോലെ തന്നെ സാറ ടീച്ചറെയും അതൊക്കെ ഒക്കെ പിന്നെ വൈശാഖിനെയൊക്കെ പരിചയപ്പെടുത്തി തരുന്നത് ഡോക്ടർ SP വേണുഗോപൻ നായരാണ്, പഴയ സാഹിത്യ അക്കാദമി അംഗം. അദ്ദേഹം എൻ്റെ കോളേജിലെ പ്രിൻസിപ്പളായിരുന്നത്. പിന്നെ ഒറ്റപ്പാലം കോളേജിലെ പ്രിൻസിപ്പളാകുമ്പോഴും ഞാൻ അവിടെ പോയിട്ട് താമസിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഡോക്ടർ ആസാദ് മുഖേന സാഹിത്യ സാംസ്കാരിക പ്രവർത്തകനും അതേപോലെ ഇടതുപക്ഷ ചിന്തകനും രാഷ്ട്രീയ നിരീക്ഷകനായിട്ട് ചാനലിലൊക്കെ വരുന്ന ഡോക്ടർ ആസാദ് മാഷും അവിടെ കോളേജിൽ പ്രിൻസിപ്പളായിട്ട് തന്നെയാണ് റിട്ടയർ ചെയ്തത്. ആസാദ് മാഷ് മുഖേന ഒരുപാട് കണക്ഷൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മേഖലയിലുള്ള പല കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് വലിയ വിവരമില്ലെങ്കിലും എനിക്ക് ഗ്യാതറിംഗ് എന്ന് ഒരുപാട് വിവരങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ സജീവമായിട്ട് നിൽക്കുന്ന പല ആൾക്കാരുമായിട്ട് പല രീതിയിലുള്ള കണക്ഷൻസ് ഉണ്ട്. നമുക്ക് പല ഡാറ്റാസും കിട്ടും. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ വീണ്ടും പറയുന്നത് ഈ വിഷയത്തിൽ ഇവർ എന്തുകൊണ്ട് ജോയി മാത്യുവും പൃഥ്വിരാജും മാത്രം കാണിച്ച ആർജവം മുൻനിരക്കാരായിട്ടുള്ള സൂപ്പർ താരങ്ങൾ എന്തുകൊണ്ട് കാണിക്കുന്നില്ല? ഇന്നലെ ഇപ്പോൾ സുരേഷ് ഗോപി തന്നെ പിന്നെ മുകേഷ് ന്യായീകരിച്ച് സംസാരിച്ച് നമ്മൾ കേട്ടു. ഇതൊക്കെയാണ് സ്ഥിതി. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊട്ടക്റ്റ് ചെയ്യുക. കാരണം അവൻ കുടുങ്ങിയാൽ ഞാനും കുടുങ്ങും എന്നുള്ള പേടിയാണ്. ഇതാണ് വിഷയം. അങ്ങനെ കുടുങ്ങില്ല, എന്തു വന്നാലും കുടുങ്ങില്ല എന്ന 100% ബോധ്യമുള്ളവർ ധൈര്യമായിട്ട് മുന്നോട്ട് വരും. അതിന് മാതൃകയാവേണ്ടത് ആരാ? മമ്മൂട്ടി മോഹൻലാലിൽ നിന്നാണ് അത് ആരംഭിക്കേണ്ടത്. അവരിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. ശുദ്ധീകരണത്തിന് തുടക്കമിടാനുള്ള ആർജവം അവർക്കുണ്ടോ? അതോ അവരുടെ മടിയിൽ കരമുണ്ടോ? അതുകൊണ്ട് അവർക്ക് വഴിയിൽ ഭയമുണ്ടോ എന്ന് അവരാണ് വ്യക്തമാക്കേണ്ടത്. അല്ലാതെ ലോകത്തുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയാറുണ്ടല്ലോ. ഓക്കെ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര തോന്നിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംസാരത്തിൽ തന്നെ, അന്ന് സംസാരിച്ചപ്പോൾ തന്നെ, കാരണം 3 വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെടുക, അതൊക്കെ അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു. കാരണം എനിക്ക് എൻ്റെ 28ാമത്തെ വയസ്സിൽ പപ്പ പോയിട്ട് എനിക്ക് താങ്ങാൻ പറ്റിയിട്ടില്ല. ഞാൻ വല്ലാത്തൊരു ഡിസോർഡറിലേക്ക് പോയിരുന്നു. അതൊക്കെ സത്യമാണ്. ഫോൺ ചെയ്തെന്ന് പറഞ്ഞത് ഒക്കെ സത്യമാണ്. അദ്ദേഹം ഫിറോസിനെ വിളിച്ചു എന്ന് പറഞ്ഞത് സത്യമാണ്. എന്നെ ഉപദേശിച്ചു എന്ന് പറഞ്ഞത് സത്യമാണ്. മദ്യപാനം മദ്യപിക്കരുത്, മദ്യം നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞ ഒറ്റയ്ക്കാണ്, അങ്ങനെയാണെന്നാണ് പറഞ്ഞത്. പിന്നെ അദ്ദേഹം പറഞ്ഞ വേറെ കാര്യം, ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു സംഭവം, മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. വർഗീയവാദികൾക്കെതിരെ ശക്തമായ നിലപാട് എല്ലാ കാലത്തും എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ തണലിലും അവരുടെ എൻ്റെ സൗഹൃദങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അനിയന്മാരെ പോലുള്ളവർ, ജ്യേഷ്ഠന്മാരെ പോലുള്ളവർ, അച്ഛൻ്റെ സ്ഥാനത്തുള്ളവരിലൊക്കെ ഏറ്റവും കൂടുതലുള്ളത് മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരാണ്. കാരണം സ്വാഭാവികമായിട്ട് എൻ്റെ നാട്ടിലായിട്ട് ഞാൻ മലപ്പുറത്ത് ജനിച്ചു കൊള്ളുമ്പോൾ അങ്ങനെയാണല്ലോ ഉള്ളത്. അത് കഴിഞ്ഞാൽ ഹിന്ദുക്കളാണ്. മൂന്നാമതാണ് ക്രിസ്ത്യൻസ് ആ ലിസ്റ്റിലുള്ളത്. എൻ്റെ സൗഹൃദങ്ങളുടെ ഒരു മൊത്തം ലിസ്റ്റ് എടുത്താൽ. ഇപ്പോൾ ഈ കൊച്ചിയിലൊക്കെ വന്നിട്ട് മീഡിയ ഫീൽഡായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് പിന്നെയും ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട കുറച്ചുകൂടി സൗഹൃദങ്ങൾ കൂടിയത്. മറ്റേത് നാട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ 100 പേരെ കണ്ട 80 പേര് മുസ്ലിംസാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ കൂടെ നടക്കുന്നവർ, നമ്മളെ ഓരോ കാര്യങ്ങളിൽ ഉണ്ടാകുന്നവർ, നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരുന്നവർ, നമ്മളിൽ നിന്ന് സഹായം സ്വീകരിക്കുന്നവർ ഒക്കെ ആ വിഭാഗത്തിൽപ്പെട്ടവരാണ് കൂടുതൽ. എന്നിട്ട് അത് അദ്ദേഹം പറയുമ്പോൾ നിരുത്തരവാദപരമായ ഒരു ഇതായിപ്പോയി. ഞാൻ വളരെ ഷാർപ്പായിട്ട് തീവ്രവാദത്തിനെതിരെ പറയാറുണ്ട്. മുസ്ലിം തീവ്രവാദമാണ് മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് ഞാൻ പറയാറുണ്ട്. കാരണം ഇസ്ലാമിക രാജ്യങ്ങളിൽ പലയിടത്തും, അറബ് രാജ്യങ്ങളിൽ പിന്നെ നടക്കുന്നില്ല, ബാക്കിയുള്ളിടത്ത് പലയിടത്തും ഈ വർഗീയ കലാപങ്ങൾക്ക് ഉണ്ടാക്കുന്നത് ആരാ? അവിടുത്തെ മുസ്ലിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റാത്തൊരു ഉത്തരവാദി ആരാ? ആലോചിച്ച് നോക്ക്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെള്ളിയാഴ്ച പള്ളിക്ക് പോയാൽ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന ഉറപ്പില്ലാതെ പോണവരാ. ഇനി എൻ്റെ ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പറയാം. ഞാൻ മുസ്ലിങ്ങൾ പിന്നെ പാകിസ്ഥാനിലേക്ക് പോകണം എന്നുള്ള അഭിപ്രായം ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, ഇങ്ങോട്ട് പറയൂല. കാരണം വർഗീയവാദികളായിട്ടുള്ളവനെ പാകിസ്ഥാനിക്ക് വിട്ടാലും അവരെടുക്കില്ല. കാരണം അവിടെ തന്നെ ഇഷ്ടംപോലെ വർഗീയവാദികളുണ്ട്. അവരെ കൊണ്ട് കുടുങ്ങിക്കുക അവിടെ. പിന്നെ പോലിക്കിന് ഇപ്പോൾ ഇവിടുന്ന് ആൾ റിക്രൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ തന്നെ ഉള്ളവന് മര്യാദയ്ക്ക് വന്ന പിന്നെ 3 നേരം ഭക്ഷണം കഴിക്കാൻ സാധനം ഇല്ലാതെ നിൽക്കുന്ന കാലത്ത്, പട്ടിണി കിടക്കുന്ന കാലത്തിന് ഇപ്പോൾ ഇവിടെ നിന്നുള്ള ആൾക്കാരെ എടുക്കാൻ നിൽക്കില്ല. ആലങ്കാരികമായിട്ടുള്ള പ്രയോഗമാണ്. അങ്ങനെയുള്ള വർഗീയവാദികളായ ആൾക്കാരെ കൂടി ഒരു പിന്നെ കപ്പലിലാണ് കൊണ്ടുപോകുക, നടുക്കടലിൽ കൊണ്ടുപോയിട്ട് ഈ പിന്നെ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ, കപ്പലിലെ ജീവനക്കാർക്ക് ഒരു ബോട്ട് ഇറക്കിയിട്ട്, ഒറ്റ ബോട്ട് മാത്രം വെക്കുക. ആ ബോട്ടിൽ ഇറക്കിയിട്ട് ഇവരെ നടുക്കടലിൽ ഇട്ടിട്ടും പൂരി, അതാ വേണ്ടേ ഇവന്മാരെ. എന്നാൽ ശല്യം തീർന്നു തീവ്രവാദികളെ. അത് ഇനി ഷാർപ്പായിട്ട് ഇനിയും തീവ്രവാദത്തിനെതിരെ പറയും.
ഇപ്പം മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും മുസ്ലിം ലീഗിനെ ഞാൻ എപ്പോഴും അംഗീകരിക്കുന്ന മുസ്ലിം ലീഗ് കേരളത്തിൻ്റെ മതേതര ഘടന നിലനിർത്തുന്നതിൽ മലബാറിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന മുസ്ലിം ലീഗ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് ഒമ്മാർ കയറി വരും, ഈ സുഡാപ്പികളും ഈ മൗദൂദികളും ഒക്കെ തനി തീവ്രവാദികൾ. അതുകൊണ്ടാണ് പറയാറുള്ളത് ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട്. ഓക്കെ, അതിന് അദ്ദേഹം തെറ്റിദ്ധരിച്ചതാണോ അല്ലെങ്കിൽ അദ്ദേഹം മനഃപൂർവ്വം പറഞ്ഞാണോ എന്നൊന്നും എനിക്കറിയില്ല. ആളെന്നോട് സംസാരിച്ചപ്പോൾ ഒരു പാവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു സാധാരണക്കാരനെ പോലെയാണ് സംസാരിച്ചിട്ടുള്ളത്. ഞാൻ ഒരാളെ ഏട്ട എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ വിളിക്കാറില്ല. ഞാൻ ദിനേശ് ചേട്ടൻ എന്നിപ്പോൾ പറയുന്നുണ്ടെങ്കിൽ ദിനേശ് ചേട്ടൻ തന്നെ ആയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ മറ്റവന്മാരൊക്കെ പറഞ്ഞ പോലെ നാറി മറ്റേത് ഇവൻ അവൻ വൃത്തികെട്ടവനാണെന്നൊക്കെ പറയാറില്ലേ, നികൃഷ്ടജീവി എന്നൊക്കെ പറയാറില്ലേ, ഏറെ വാക്കുകളൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ, പലരെക്കുറിച്ചും പറയാറുണ്ട്. ദിനേശ് ചേട്ടനെ കുറിച്ച് ഞാൻ ഇപ്പം ദിനേശ് ചേട്ടൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായി നെഞ്ചിത്തട്ട് പറയുന്നത് തന്നെ, അതിലൊന്നും സംശയമൊന്നുമില്ല. അദ്ദേഹവും പറഞ്ഞു ഇന്ന് സ്റ്റോറിക്കകത്ത്, രാജൻ എനിക്കൊരു സുഹൃത്ത് ആണ്, എനിക്കൊരു അനിയനെ പോലെ തന്നെയാണ്, അങ്ങനെയാണ് ഞാൻ കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ അതിലൊക്കെ എനിക്ക് യോജിപ്പാണുള്ളത്. കോളുകൾ ഇടയ്ക്ക് വരുന്നുണ്ട്. ഷാൻ എന്ന് പറയും ഇപ്പോൾ മുസ്ലിങ്ങളെ കാര്യം പറഞ്ഞപ്പോഴാണ് ഷാൻ്റെ അനിയത്തിൻ്റെ കല്യാണമായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പം ഞാൻ ഇന്ന് ഷാനിനെ വിളിച്ചിരുന്നു എന്തൊക്കെയാണെന്നുള്ള അറിയാൻ. അവൻ്റെ ഉമ്മ ഒക്കെ അവൻ നവകേരള ന്യൂസിലെ വീഡിയോ ജേർണലിസ്റ്റ് ആയിരുന്നു. അവൻ എൻ്റെ സാധനങ്ങളെല്ലാം ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ ഈ വർഗീയവാദിക്കത്തിനും ബാക്കിയുള്ളതും എല്ലാത്തിനും എതിരെ ഇരുന്ന് അലക്കുമ്പം അവിടെ ഇവനാണ് ഷൂട്ട് ചെയ്യുന്നത്. എൻ്റെ വളരെ അടുത്ത ബന്ധം അനിയനെ പോലെയാണ്. അവനെന്നെ വിളിക്കുമ്പോൾ സാറേ എന്ന് വിളിക്കുന്നതേ ഉള്ളൂ. ഞാൻ അത് തന്നെ ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും നിങ്ങൾക്ക് ചേട്ടാന്ന് വിളിച്ചാൽ മതി. പക്ഷേ അവരെല്ലാവരും അങ്ങനെ വിളിച്ച് ചിരിച്ചുകൊണ്ടുള്ള പ്രശ്നമാണ്. ഓക്കെ, കാരണം അവർ ചെയർമാൻ വരെ അങ്ങനെയായിരുന്നു വിളിക്കാറുണ്ടായിരുന്നത്. ഞാനിപ്പോൾ അതിനെ പലപ്പോഴും എനിക്ക് അങ്ങനെ എൻകറേജ് ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ പിന്നെ അവരെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ പലരും അങ്ങനെ വിളിച്ചോട്ടെ എന്ന് എഴുതി. അപ്പോൾ എന്നിട്ടാണ് ദിനേശ് ഇത് പറഞ്ഞതെന്ന് പറയാം. അപ്പോൾ ഫിറോസിനെ വിളിച്ചെന്ന് പറഞ്ഞു. ഫിറോസ് ഞാൻ നമ്മുടെ ഭയങ്കര ആത്മബന്ധമുള്ളതാണ്. എനിക്കിനിപ്പോൾ എൻ്റെ ബന്ധങ്ങളെ കണക്കെടുപ്പ് പറയാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് ഒരു ദിവസം മുഴുവൻ വീഡിയോ ചെയ്താൽ തീരില്ല. ആത്മബന്ധങ്ങൾ അങ്ങനെയുള്ള ഒരു തീവ്രവാദിയായിട്ട് എനിക്ക് ബന്ധം സൂക്ഷിക്കാൻ പറ്റില്ല. അതെ, ഏത് തീവ്രവാദിയാണെങ്കിലും ഒരു തീവ്രവാദിയായിട്ട് എനിക്ക് ബന്ധം സൗഹൃദം പറ്റില്ല. ഒരുമിച്ച് ചായ കുടിക്കാൻ പോലും എനിക്കിഷ്ടമല്ല. അതിനകത്ത് സംശയമൊന്നുമില്ല. അത് നാളെ അങ്ങനെ തന്നെ ആയിരിക്കും, അതിൽ മാറ്റം ഉണ്ടാവില്ല. അല്ലെങ്കിൽ എനിക്ക് വല്ല അൽഷിമേഴ്സ് വാദിക്കണം, പല തീവ്രവാദികളെ കൊണ്ട് അടുത്തും ഒപ്പം പോയിട്ട് ചായ കുടിക്കുക, ഒരുമിച്ച് യാത്ര ചെയ്യാനൊക്കെ തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് കഴിയില്ല, എനിക്ക് ഒരിക്കലും കഴിയില്ല. ഇനി എൻ്റെ ഭാര്യ ഉപേക്ഷിച്ച് പോയി എന്ന വാക്ക് അദ്ദേഹം പറഞ്ഞു. ഞാനും ഭാര്യയും തമ്മിൽ ആദ്യം ഞങ്ങൾ അതിൻ്റെ കഥകൾ കുറേ പറയാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ 13 തൊട്ട് 15 വരെ 2 വർഷം പിരിഞ്ഞു തന്നതാണ്. അവസാനം ജോയിൻറ്റ് പെറ്റീഷൻ കൊടുത്തു, ഫൈനൽ കോൾ തന്നു, കൗൺസിലിംഗ് തന്നു, അതിലെല്ലാം ഞങ്ങൾ പിരിയാൻ തീരുമാനിച്ചു തന്നു. എന്നിട്ട് വിധി പറയാൻ വേണ്ടി വെച്ചു. വിധി പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞിട്ട് വിധി പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹമോചനം അനുവദിച്ചുകൊണ്ടുള്ളത്. അതിനിടയ്ക്ക് അവൾ എന്നെ കാണണം, എൻ്റെ കൂടെ വരണം എന്നുള്ളത് പറഞ്ഞു. ഞാൻ അവളെ ഖത്തറിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയാണ് വന്നത്. പിന്നെ 2015 അങ്ങനെ റീയൂണിയൻ ഉണ്ടാകുന്നത്. 2018 എൻ്റെ അടുത്തുകൊണ്ട് അവളെടുത്തുകൊണ്ട് കുഴപ്പങ്ങൾ. കാരണം അവൾ പറഞ്ഞത് ഞാൻ ഈ കൃഷി എന്ന് പറഞ്ഞ് പോകരുത്, ഞാൻ വേറെ എന്തെങ്കിലും ജോലിക്ക് പോകണം, അല്ലെങ്കിൽ പുറത്ത് പോകണം എന്നൊക്കെയുള്ള അഭിപ്രായമായിരുന്നു. ഒരുമിച്ച് പുറത്ത് പോകുക എന്നൊക്കെയുള്ള. എനിക്കാണെങ്കിൽ കൃഷിയോട് ഭയങ്കര പാഷനായിരുന്നു. അവൾ പറഞ്ഞത് കേൾക്കാത്തതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. 10-30 ലക്ഷം രൂപയുടെ പോയി. അത് സത്യമാണ്. പക്ഷേ ഞാൻ തന്നെ ഉണ്ടാക്കിയത്, ഒന്നും ഇല്ലാത്തടത്തുനിന്നായിരുന്നു. 1 സെൻറ്റ് ഭൂമി പോലും ഇല്ല, 1 രൂപയും കയ്യിലില്ലാതെ തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് ഞാൻ 26 മാസം കൊണ്ട് ഉണ്ടാക്കിയെടുത്താണ് അതെല്ലാം. ഓക്കെ, അത് കുറേ പോയത് പോട്ടെ, അതിനൊക്കെ അത്രയേ ഉള്ളൂ. കാരണം എന്നാലും എനിക്ക് ആഗ്രഹമുള്ളൊരു പരിപാടി ഞാൻ 4 വർഷം ചെയ്തല്ലോ. ഞാനതാ കരുതി. പിന്നെ കൃഷി എന്താണെന്ന് പഠിച്ചല്ലോ, എല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ 2018 ഒക്ടോബർ മാസം 14-ാം തീയതിയാണ് പിരിയുന്നത്. അന്ന് വൈകിട്ട് അത് പിരിഞ്ഞു. അവൾ പക്ഷേ എന്നിട്ട് എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടുന്ന് പിറ്റേ ദിവസം അവൾ എൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് എറണാകുളത്തേക്ക്, അന്ന് ഞാൻ നാട്ടിലാണ് ചുങ്കത്തറ, അവൾ അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞു. നമ്മൾ തമ്മിൽ ഇനി പിരിയാന്നുള്ളത് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പക്ഷേ ഞാൻ നവംബറിൽ ഇവിടെ കൊച്ചിയിൽ വന്നു. ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു. കുറച്ച് ദിവസം 2-3 ദിവസം നിന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് നാട്ടിലേക്ക് പോകുന്നു. പോയിട്ട് പക്ഷേ പിറ്റേന്ന് തന്നെ അവൾ തിരിച്ചു പോകുന്നു. വേറെ ആവശ്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇന്ന് പോയെങ്കിൽ നാളെ തന്നെ തിരിച്ചു പോകുന്നു. കാരണം അവളെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നു. അതൊക്കെ നടത്തിച്ച് തിരിച്ചു വരുന്നു. ഡിസംബർ മാസത്തിൽ ഞങ്ങൾ 2 പേരും കൂടി ഒരുമിച്ച് വേറെ ഒരു സ്ഥലത്ത് പോകുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് 5 ദിവസം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഡിസംബർ 23 തൊട്ട് 28 വരെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ കുറേ നാൾ കാണുന്നില്ല. അവൾ തിരുവനന്തപുരത്തേക്ക് ജോലിക്ക് പോകുന്നു. ആ സമയത്ത് ഞങ്ങൾ തമ്മിൽ കോൺടാക്റ്റ് ഉണ്ട്. പിരിയാന്നുള്ളത് തീരുമാനിച്ചു തന്നു. അത് കഴിഞ്ഞ് മറ്റു പലരും അതിനകത്ത് മീഡിയേഷനൊക്കെ നടത്താൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഞങ്ങളതിന് വില്ലിങ് ആയിട്ടില്ല. ഞാനും വില്ലിങ് ആയിട്ടില്ല, അവളും വില്ലിങ് ആയിട്ടില്ല. 2019 പിന്നെ 2018 നവംബറിൽ ഡിസംബറിൽ കണ്ടതിന് ശേഷം പിന്നെ കാണുന്നത് 2019 മെയ് മാസത്തിൽ അവൾ വീട്ടിൽ വന്നു. അന്ന് കുറച്ച് നേരം സംസാരിച്ചു. അവൾ അന്ന് തന്നെ തിരിച്ചു പോയി. പിന്നെ പിന്നെ ഫോൺ മാത്രമേ ഉള്ളൂ, ഇടയ്ക്ക് ഫോൺ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് 2020 എൻ്റെ സുഹൃത്തുക്കൾ മുൻകൈ എടുത്തിട്ട് മനോഹർ വർഗീസ് എന്ന് പറയും,
അവൻ ഒരു സ്ഥാപനത്തിൻ്റെ പിന്നെ പട്ടാമ്പി കൊപ്പത്ത്, പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലെ കൊപ്പത്ത് ഉള്ള മറിയമ്മ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്ന ഒരുപാട് സ്കൂളുകളും സ്ഥാപനങ്ങളൊക്കെ ഉള്ളതാണ്. ഒരു വലിയ സ്ഥാപനമാണ്. ഒരു പിന്നെ അങ്ങനെയുള്ളൊരു വലിയ സംഭവങ്ങളാണ് സ്കൂള്. TTC 3 സ്കൂളുകളൊക്കെ ഉള്ളതാണ്, എയ്ഡഡ്, അൺഎയ്ഡഡ്, അതേപോലെ CBSE ഒക്കെ. അവിടെ വെച്ച് അവിടുത്തെ ഈ TTCയുടെ സൈക്കോളജിയുടെ അധ്യാപകനായിട്ടുള്ള അൽമാഷ് ഇപ്പോൾ ഡോക്ടറേറ്റ് എടുത്തെന്ന് എനിക്ക് തോന്നുന്നത്, അന്ന് PhD ചെയ്തുകൊണ്ടിരിക്കുക. അൽമാഷും ഈ CEO ആയിട്ടുള്ള മനോഹറും ഞാനും ഇവളും അങ്ങോട്ട് വന്നു. മനോഹർ മുൻകൈ എടുത്തിട്ടാണ്. അൽമാഷ് അവളുമായിട്ട് കുറേ സംസാരിച്ചു, അവനുമായിട്ട് കുറേ സംസാരിച്ചു. ഞങ്ങളിരുന്ന് അവിടുത്തെ ബോർഡ് റൂമിൽ ഞങ്ങൾ വാതിലെല്ലാം അടച്ച് ഞങ്ങൾ പിന്നെ 4 പേരും കൂടി ഇരുന്ന് സംസാരിച്ച് ചില കാര്യങ്ങൾ എനിക്ക് പറ്റാതെ വന്നു. പിരിയാന്നുള്ളിടത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു, നീ താലിങ്ങ് ഉരുത്തരാൻ പറഞ്ഞു. അവൾ താലി എപ്പോഴും പിരിഞ്ഞിട്ട് 2 വർഷം ആകുമ്പോൾ അവളെ താലി കഴുത്തിലിട്ടുണ്ട് നടക്കണേ. താലി ഉരുത്തരാൻ പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. അതിനെല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു, നീ അത്ര പെട്ടെന്ന് കാരണം എനിക്ക് അടുത്ത് മുൻകോപം വരും. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, താലി കൊണ്ട് ഉരുത്തരാൻ പറഞ്ഞു. അപ്പോൾ അവൾ ആദ്യം ഇങ്ങനെ നിന്നു. പിന്നെയും ഞാൻ അപ്പം മനോഹർ പറഞ്ഞു വേണ്ട നിൽക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്കിപ്പോൾ കിട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്നുള്ള ദേഷ്യത്തിലാണ് ചെയ്തത്, തെറ്റാണെന്ന് എനിക്കറിയാം. അപ്പോൾ അവൾ താലി ഒരു തന്നു. കള്ളു കുടിച്ചിട്ടൊന്നും അല്ലല്ലോ അത്. ഞാനന്ന് അവിടെ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് ജോലിയും ചെയ്യുന്ന സമയമാണ്. ഒരു തന്നു, ഞാൻ എടുത്ത് പോക്കറ്റിലിട്ടു. ഇത് മാർച്ച് മാസം 10-ാം തീയതി 2020. മാർച്ച് മാസം 17-ാം തീയതി ഇവൾ എന്നെ പിന്നെ വിളിക്കുന്നു. ആ ഒരാഴ്ച പിന്നെ വിളിക്കുന്നില്ല, 17-ാം തീയതി വിളിക്കുന്നു. അങ്ങനെ ഞാനും അവൾ പിന്നെ നിലമ്പൂരേക്ക് വരുന്നു. അവളൊന്ന് തിരുവാലി ജോലി ചെയ്യുകയാണ്. അപ്പം നിലമ്പൂരേക്ക് വരുന്നു. ഞാനും അവളൊന്ന് ഓർക്കിഡ്സ് എന്ന് പറഞ്ഞ മാഗസിൻ്റെ സബ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുക. ഞാനും പിന്നെ നിലമ്പൂരേക്ക് ചെല്ലുന്നു. ഞങ്ങൾ ഒരുമിച്ച് ബാങ്കിൽ പോകണു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അന്ന് അഡ്വക്കേറ്റിനെ കാണാനാണ്, ഏത് ജോയിൻറ്റ് പെറ്റീഷൻ കൊടുക്കാൻ 2 പേരും കൂടി. അങ്ങനെ അഡ്വക്കേറ്റിനെ വിളിച്ച് ഞങ്ങൾ നേരെ പിന്നെ നിലമ്പൂർ കരിമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തുള്ള KTDC സ്റ്റോറിക്ക് നീളം കൂടുന്നതിൽ ക്ഷമിക്കണം, KTDCയിലെ ഹോട്ടലിൽ പോകുന്നു. ഞങ്ങൾ അവിടെ നിന്ന് മീൽസ് കഴിക്കുന്നു. അവൾ പ്യൂർ വെജിറ്റേറിയനാണ്. ഞാനാണെങ്കിൽ ഫിഷ് എടുത്തു, എക്സ്ട്രാ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് വക്കീലിനെ വിളിക്കുമ്പോൾ വക്കീൽ വരാൻ 4 മണിയാവും. നിലമ്പൂർ ചുങ്കത്തറയുള്ള അഡ്വക്കേറ്റ് ബിജു ജോൺ എൻ്റെ സുഹൃത്താണ്. നിലമ്പൂർ കോടതിയിലും മഞ്ചേരി കോടതിയിലും മലപ്പുറം ഫാമിലി കോർട്ടിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. ഒരു തിയേറ്റർ അങ്ങനെയുള്ള ആക്ടിവിസങ്ങളൊക്കെ വളരെ സജീവമായിട്ടുള്ള ആളാണ്. അങ്ങനെ വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ് ബിജുവിൻ്റെ. പിന്നെ അപ്പോൾ ബിജു വക്കീലിനെ വിളിച്ചപ്പോൾ ബിജു വക്കീൽ പറഞ്ഞു, പിന്നെ ഞാൻ വരാൻ 4 മണിയാവും. അപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഭക്ഷണം കഴിച്ച് നിൽക്കുകയാണ്, സൗമ്യയുണ്ട്, ഞാനും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിങ്ങനെ നിൽക്കുകയാണ്, വർത്താനം പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ പിന്നെ ഇപ്പോൾ വരണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യുക, അവിടെ എവിടെയെങ്കിലും തേക്ക് മ്യൂസിയത്തിലൊക്കെ പോയിട്ട് പിന്നെ 4 മണിക്ക് ചായ ഒരുമിച്ച് കുടിക്കുക. അപ്പോൾ ചിലപ്പോൾ എന്നെ കാണേണ്ട ആവശ്യം വരില്ല. എന്നിട്ട് 2 പേരും കൂടെ ഒരുമിച്ച് വീട്ടിൽ പോകാൻ പറഞ്ഞു. കാരണം പിരിയാൻ നിൽക്കുന്ന 2 പേരും ഒരുമിച്ച് ഇങ്ങനെ വന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര അത്ഭുതം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ സംസാരിക്കാനുള്ളതൊക്കെ സംസാരിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും നേരം വെയിറ്റിംഗ് ആയപ്പോൾ അവൾ പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോകാം. അവിടുന്ന് പിന്നെ ഒരു 5-6 കിലോമീറ്റർ ഉണ്ട് വീട്ടിലേക്ക്. അപ്പോൾ അവൾ കുറേ കാലത്തിന് ശേഷം വീട്ടിൽ വരുന്നതെന്ന് കൂടി പറയണം. 2019 വന്നിട്ട് പിന്നെ ഏകദേശം 8-9 മാസം ആകുമ്പോഴാണ്, പിന്നെ 10 മാസം ആകാനാകുമ്പോഴാണ് പിന്നെ വീട്ടിലേക്ക് വരുന്നത്. ഞങ്ങൾ ഒരുമിച്ച് ബൈക്കിൽ, ഞങ്ങൾ ഈ കറങ്ങുന്നതെല്ലാം ബൈക്കിലാണ്, വീട്ടിൽ പോന്നു. വീട്ടിൽ പോയി അപ്പോൾ 3 മണിക്ക് അവൾ പറഞ്ഞു, പിന്നെ നമുക്ക് 2 നാരങ്ങ എടുക്കാം, പിന്നെ തണുത്ത നാരങ്ങ വെള്ളം കുടിക്കാമല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ 2 നാരങ്ങ മേടിച്ചു കടയിൽ നിന്ന്, 2 നാരങ്ങ. അത് പോയി അവൾ നാരങ്ങ ഒഴിഞ്ഞ് വെള്ളമൊക്കെ കുടിച്ചു. കുറച്ച് നേരം ഇന്ന് വർത്താനം പറഞ്ഞു. വക്കീൽ വന്നപ്പോഴത്തേക്ക് വക്കീലിൻ്റെ വീട്ടിൽ ഒരുമിച്ച് 2 കൂടി ബൈക്കിന് ചെല്ലുന്നു. ബൈക്കിന് ചെന്നപ്പോൾ വക്കീൽ സിറ്റൗട്ടിലിരിക്കുക. ഞങ്ങൾ ഇന്ന് ബൈക്ക് ഇറങ്ങി നിർത്തി കയറി ചെന്നപ്പോൾ വക്കീൽ പറഞ്ഞു, എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു കാര്യം ആദ്യമാണ്, നിങ്ങൾക്ക് ഒരുമിച്ച് തന്നെ പോയിക്കൂടെയെന്ന് ചോദിച്ചാൽ. ഞങ്ങൾ 2 പേരും പറഞ്ഞു, ഞങ്ങൾ സംസാരിക്കാനുള്ളതൊക്കെ സംസാരിച്ചതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ്, കാരണം വെച്ചാൽ 2 പേരും പരസ്പരം സറണ്ടർ ചെയ്യുന്നില്ല, അതാണ് വിഷയം. അപ്പോൾ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. ഞാനൊന്ന് നീ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, വേണമെങ്കിൽ മുന്നോട്ട് പോയായിരുന്നു. അല്ലെങ്കിൽ അവളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. അവർ 2 പേരും ഇത് ഞാനാണോ നീയാണോ വലുതെന്നുള്ള ഇതിൽ നിന്നു. അന്ന് ഇത്ര കാര്യമാക്കണമല്ലോ നമ്മൾ. പിരിയാണെങ്കിൽ പിരിയാം, അന്ന് തന്നെ പിന്നെ വാശി തന്നെ അങ്ങനെ നിന്നു. അപ്പോൾ ഒരുമിച്ച് ചെന്ന് ഇതിനെല്ലാം പറഞ്ഞ് ഇതൊക്കെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ളതൊക്കെ ധാരണയാക്കി തിരിച്ച് അവളെ പിന്നെ ഞാൻ അവൾ താമസിക്കുന്ന സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്ത് അവളെ ഞാൻ ബൈക്കിൽ പിന്നെയും 10-30 കിലോമീറ്റർ ബൈക്ക് ഓടിച്ച് അവളെ അവിടെ കൊണ്ടുവന്നെത്തി, തിരുവാലി കൊണ്ടേ എത്തിച്ചു. പോയി അവൾ അവിടെ നിന്ന് കട്ടൻ ചായ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ വേണ്ടാന്ന് പറഞ്ഞു. വീട്ടിൻ്റെ ഉള്ളിലൊക്കെ കയറി ഞാൻ കണ്ട്. രാത്രി 10 മണിക്കാണ് അവളെ കൊണ്ടേയാക്കുന്നത്. അപ്പോൾ താഴത്തെ പിന്നെ അതിൻ്റെ ഈ വീട്ടിൻ്റെ ഉടമസ്ഥൻ്റെ ഭാര്യയെ പരിചയപ്പെടുത്തി തന്നു, ഹസ്ബൻഡാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ പിന്നെ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോന്നു. ഇത് പിന്നീട് വഷളാവുന്നത് വേറെ ചില ഇടപെടലിൻ്റെ ഭാഗമായിട്ട്. അവളെ അനിയൻ അനാവശ്യമായിട്ട് അതിനകത്ത് ഇടപെട്ട. പക്ഷേ അതിനെന്നോട് പിന്നീട് ഈ കേസ് നടക്കുന്ന സമയത്ത് തന്നെ എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം എൻ്റെ നാട്ടിലൂടെ അവൻ വണ്ടി ഓടിച്ച് അവൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോകുമ്പോൾ വണ്ടി നിർത്തിയിട്ട് അളിയനാണേ എന്ന് പറഞ്ഞ് വണ്ടി നിർത്തി. ഞങ്ങൾ തമ്മിൽ അതിന് മുടക്കിയതാണ്. അവനാണ് ഇതിനകത്ത് വഷളാക്കിയത്. പക്ഷേ അവൻ്റെ മെച്യൂരിറ്റിയുടെ പ്രശ്നം കൊണ്ടായിരിക്കാം. അവൻ പിന്നീട് എന്നോട് അതിന് പിന്നെ അവൻ അപ്പോളജി എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്.
അങ്ങനെ ഞങ്ങൾ ജോയിൻറ്റ് പെറ്റീഷൻ കൊടുക്കുന്നു. ജോയിൻറ്റ് പെറ്റീഷൻ കൊടുത്തു, പിന്നെ കോടതിയിൽ കൗൺസിലിംഗ് ഒക്കെ നടത്തി ജോയിൻറ്റ് പെറ്റീഷൻ കൊടുത്തു. ജോയിൻറ്റ് പെറ്റീഷൻ കൊടുത്ത് അത് 2022 നവംബർ 22-ാം തീയതി ഞങ്ങളെ ഡിവേഴ്സ് വിധിയാവുന്നു. അങ്ങനെ ഡിവേഴ്സ് കിട്ടുന്നു. ഞാൻ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വരെ ഇന്നുവരെ വാങ്ങാൻ പോയിട്ടില്ല. അവൾ പിന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ പോയി മേടിച്ചു, കാരണം അവൾക്ക് വേറെ കല്യാണം കഴിക്കാനുള്ളതുകൊണ്ട്. ഞാനും അവളോട് പറഞ്ഞിരുന്നു, നീ വേറെ വിവാഹം കഴിക്കാതിരിക്കരുത്, കാരണം ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഈ ഡിവേഴ്സ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വയ്ക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്, ആൾക്കാരെ കൊണ്ടുള്ള ശല്യമായിരിക്കും എന്ന് പറഞ്ഞു. കല്യാണം കഴിച്ച് പുറത്ത് പോയി. അങ്ങനെയൊക്കെ അവൾ പിന്നെ കല്യാണം ഈ ഡിവേഴ്സ് ആയതിനു ശേഷം പിന്നെയും ഞങ്ങൾ 2023 ഫെബ്രുവരി മാസത്തിലും കണ്ടു, മാർച്ച് മാസത്തിലും കണ്ടു. അത് വേറെ ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ അവളുടെ പേരിൽ മേടിച്ച പ്രോപ്പർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ഡിമാൻഡ് ചെയ്തിരുന്നതൊക്കെ എനിക്ക്, കാരണം എൻ്റെ കൂടെ ജീവിക്കുന്ന ആളുടെ പേരിലേക്കാണ് മേടിച്ചത്. അതൊക്കെ എനിക്ക് തിരിച്ച് കിട്ടണം എന്നുള്ളത്, ഇല്ലെങ്കിൽ ഞാൻ കേസുമായിട്ട് പോകേണ്ടി വരും എന്നുള്ളത് ഞാൻ ചില ഘട്ടത്തിൽ അങ്ങനെ പറയേണ്ടി വന്നു. അങ്ങനെ അതെല്ലാം വളരെ ഭംഗിയായിട്ട് ഞാനും അവളും തമ്മിൽ സ്നേഹപൂർവ്വമാണ് പിരിഞ്ഞത്. പിന്നെ ഞാൻ മേടിച്ചു കൊടുത്ത ഓർണമെൻറ്റ്സ്, സ്വർണ്ണങ്ങളൊന്നോ അത് 5-6 പവനേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞു അതെനിക്ക് തിരിച്ച് വേണ്ട, അത് നക്കിത്ത പോവാ. നമ്മൾ സ്നേഹത്തോടെ ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. അവൾ ചിലതൊക്കെ എനിക്കും മേടിച്ച് തന്നിട്ടില്ലേ. അവൾ ചിലപ്പോൾ എൻ്റെ ഈ കണ്ണട പോലും, പിന്നെ ഇപ്പോൾ കാണാനില്ല, അതാ ഈ കണ്ണട പോലും അവൾ സെലക്ട് ചെയ്തതാണ്. പൈസ എൻ്റേതാണ്, കാരണം അവൾക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷേ അവൾ നിർബന്ധത്തിന് അവൾ പറഞ്ഞിട്ട് മേടിച്ചതാണ്. അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നമ്മൾ നല്ല ഓർമ്മകളാണ്. പക്ഷേ പിരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് എനിക്ക് വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ അതുകൊണ്ടാണ് വീട് വിറ്റത്. ആ വീട്ടിൽ നിൽക്കുമ്പോൾ ബെഡ്റൂമിൽ പോകുമ്പം, അല്ലെങ്കിൽ അവൾ, ഞാൻ പറഞ്ഞല്ലോ, വീട്ടിലുള്ള ഡൈനിങ് ടേബിൾ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും അത് അവളുടെ നിർബന്ധത്തിന് മേടിച്ചതാണ്. അതുകൊണ്ട് ഞാനതെല്ലാം ഉപേക്ഷിച്ചു, ഓരോരുത്തർ കൊടുത്തു ഓരോന്ന്. കാരണം എനിക്ക് ആ ഓർമ്മകളിലേക്ക് പോകാൻ താല്പര്യമില്ല. നമ്മളെന്ന് വെച്ചാൽ നമ്മൾ പിണങ്ങിയ സമയം മാത്രമല്ലല്ലോ, നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടെ ചിലവഴിച്ച ഒരുപാട് സമയങ്ങളില്ലേ. എവിടെല്ലോ യാത്ര ചെയ്യുന്നു, ഫ്ലൈറ്റിലും ട്രെയിനിലും പിന്നെ ബസ്സിലും ഒക്കെ ആയിട്ട് എവിടെയൊക്കെ പോകുന്നു. ഞാനിപ്പോൾ ചിലപ്പം ഞാൻ ചിലപ്പോൾ ഈ വിശാഖപട്ടണം അല്ലെങ്കിൽ ഏർക്കാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഞാൻ പോകാറില്ല. ഇനി ഒരിക്കലും അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് പോകാൻ സാധ്യതയില്ല. കാരണം അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു ഓർമ്മയുണ്ട്, അപ്പോൾ നമ്മളെ ഹോണ്ട് ചെയ്യും. ഞാനിതൊന്നും കഥകൾ വിശദമായിട്ട് ഒരിക്കലും പറയാതിരുന്നത്, അവരിപ്പോൾ വേറെ കല്യാണം കഴിച്ച് സ്വസ്ഥമായി ജീവിക്കുകയാണ്. അതിനിടയിൽ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അവളെ പിന്നെ ലിമിറ്റിൽ നിർത്തുന്നത്. പക്ഷേ ശാന്തിവിള ദിനേശേട്ടൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉപേക്ഷിച്ച് പോയി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥവും അതിൻ്റെ ഡയമെൻഷനും മാറി. ഞാൻ പറഞ്ഞു, എൻ്റെയും അവളുടെയും ചില ദുർവാശികൾ, അല്ലെങ്കിൽ എല്ലാവരും പറയാറുള്ളത് പോലെ നിങ്ങൾ രണ്ടുപേരും ബാക്കിയുള്ള ലോകത്തെക്കുറിച്ചൊക്കെ വലിയ കാര്യങ്ങൾ അറിയാവുന്നത്, പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ചൈൽഡിഷ് ആണെന്ന് പറയാറുണ്ടായിരുന്നു പലപ്പോഴും. അത് ഞങ്ങൾ ഒരുമിച്ച് ഇരിക്കുമ്പോൾ തന്നെ പറയാറുണ്ട്. കാരണം ഞങ്ങൾ കുട്ടികളിയായിരുന്നു ഒന്ന്. ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണെങ്കിൽ തന്നെ ഇവൾ പിന്നെ ഒരു വളവുണ്ടെങ്കിൽ അവൾ വണ്ടിയുടെ പുറകിൽ ഇരുന്ന് കീ എന്ന് പറഞ്ഞ് 2 വീലറിൽ പോവുകയാണെങ്കിൽ ഹോൺ അടിക്കുന്ന ശബ്ദം ഉണ്ടാക്കും. അതേപോലെ ഞങ്ങൾ പരിചയമില്ലാത്ത സ്ഥലത്തൂടെയൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ കൂക്കി ഇറക്കും. അപ്പം അങ്ങനെയുള്ള ചില ചൈൽഡിഷ് ആയിട്ടുള്ള സാധനങ്ങൾ ഞങ്ങൾക്ക് 2 പേർക്കും ഇടയിൽ ഉണ്ടായിരുന്നു. സീരിയസ് ആയിട്ട് എല്ലാവരും കുടുംബജീവിതത്തിൻ്റെ സീരിയസ്നെസ്സിലേക്ക് പോയിട്ടില്ലായിരുന്നു എന്നുള്ളത് പിന്നെ 2 പേരെടുത്ത് പിഴവുണ്ടായിരുന്നു. അത് ആരെങ്കിലും ഒരാൾ സറണ്ടർ ചെയ്തിരുന്നെങ്കിൽ മുന്നോട്ട് പോകുമായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ ഹാപ്പിയാണ്, അവർ സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു എന്നുള്ള അറിവ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഹാപ്പിയാണ്. അതിനുശേഷം ഞാൻ പിന്നെ കല്യാണത്തിന് ശേഷം ഒരിക്കൽ പോലും അവരെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയോ അവരെന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയോ ഒന്നും ഉണ്ടായിട്ടുമില്ല ഒരിക്കൽ പോലും. ചില കോമൺ ഫ്രണ്ട്സൊക്കെ അവളോടും എന്നോടും സംസാരിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ ആ സൗഹൃദങ്ങളും തുറന്നുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെയൊക്കെ പലയിടത്തും നടക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം നിങ്ങൾ ഇത്രയും തിരിച്ചറിവുള്ളവരല്ലേ, നിങ്ങൾ ഇത്രയും വിവരമൊക്കെ ഉള്ളവരല്ലേ, വിദ്യാഭ്യാസം ഉള്ളവരല്ലേ എന്ന് പറയും. കാരണം ഞങ്ങൾക്ക് വിവരമുണ്ട്, ഞങ്ങൾക്ക് 2 പേർക്കും വിവരമില്ല എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതാണ് പ്രശ്നം, വിവരമില്ലാത്തതുകൊണ്ടാണല്ലോ ഈ പണി കാണിച്ചത്. അപ്പോൾ ഇതാണ് ശാന്തിവിള ദിനേശേട്ടൻ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്കുള്ള തിരിച്ചുള്ള മറുപടി. ഞാൻ അദ്ദേഹത്തിനെതിരെ മോശമായിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം ഏറ്റവും അവസാനം കുറേ കാര്യങ്ങൾക്കകത്ത് വസ്തുതാവിരുദ്ധതകളുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അദ്ദേഹം 1 മണിക്കൂർ 22 മിനിറ്റിൽ ചെയ്ത സ്റ്റോറിക്കുള്ള മറുപടി ഇപ്പോൾ 38 മിനിറ്റായി. ഇതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 40 മിനിറ്റിനുള്ളിൽ കഴിയേണ്ട ഒന്നല്ല. പക്ഷേ ഞാൻ അത് ചുരുക്കിയാണ്. കാരണം 1 മണിക്കൂർ 20 മിനിറ്റ് എന്ന് പറയുമ്പോൾ 80 മിനിറ്റായി. ആ 80 മിനിറ്റിലുള്ള സാധനത്തിനാണ് ഞാൻ പിന്നെ 40 മിനിറ്റിൽ മറുപടി പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. കാരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തെ പോലെ പരിപൂർണമായി ഇപ്പോൾ മദ്യപാനം ഒഴിവാക്കുക എന്നുള്ള തീരുമാനത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട് കഴിക്കുന്ന സമയത്ത്. സിഗരറ്റ് വലിയ പെട്ടെന്ന് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പം. അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോഴേ നിർത്തുമായിരുന്നു. ഞാൻ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ 4 മാസം ഇതൊന്നുമില്ലായിരുന്നു, ഒരു പരിപാടി ഇല്ലായിരുന്നു. ചിലപ്പോൾ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ കുറേ നാളങ്ങനെ പോയിട്ടുണ്ട്. 4 മാസം കഴിഞ്ഞ വർഷം സെപ്റ്റംബർ തൊട്ട് സെപ്റ്റംബർ 5-ാം തീയതി തൊട്ട് 5-ാം തീയതി പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൻ്റെ കലാശക്കൂട്ടം പോയി വന്നിട്ട് പിന്നീട് അന്ന് കുറച്ച് ഓവറായിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ കരുതി പിന്നെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. വേറെ ഒരു പിന്നെ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വേറെ മെഡിക്കേഷൻ പോലും ഉണ്ടായിരുന്നില്ല. അത് സ്വയം സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ജനുവരി
പിന്നെ 13-ാം തീയതി ആണ്, ജനുവരി 14-ാം തീയതിയാണ് പിന്നീട് ഞാൻ മദ്യപിക്കുന്നത്. 4 മാസവും ഒരാഴ്ചയും കഴിഞ്ഞിട്ട് കേട്ടോ. ഇത്രയേ ഉള്ളത്. അഡിക്ഷൻ്റെ വിഷയങ്ങളൊന്നും ഇല്ല അതിൽ. എൻജോയ് ചെയ്യുന്നുണ്ട്, ഒരു പിന്നെ ഒന്ന് ഫ്രഷ് ആവുന്നുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, 40 മിനിറ്റായി വെക്കുകയാണ്. നല്ല നമസ്കാരം. അദ്ദേഹം അവസാനം പറഞ്ഞ ഉപദേശങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്നു, ഒരു ജ്യേഷ്ഠൻ പറഞ്ഞ പോലെ സ്വീകരിക്കുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞ വസ്തുതാവിരുദ്ധമായ എല്ലാ കാര്യങ്ങളോടും എതിർക്കുന്നു. അത് പക്ഷേ അദ്ദേഹത്തോടുള്ള സ്നേഹവും ബഹുമാനം സൃഷ്ടിക്കുന്നു. അദ്ദേഹം അനിയനെ പോലെ കാണുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ തിരിച്ചും ജ്യേഷ്ഠനെ പോലെ തന്നെയാണ് കാണുന്നത് എന്ന് ഇവിടെ കൃത്യമായിട്ട് അതിൽ തന്നെ ആ രീതിയിൽ തന്നെയാണ്. കാരണം നമ്മൾ ഈ എല്ലാ മനുഷ്യനും ഒരു നന്മയുടെ അംശം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടല്ലോ, ആ നന്മയാണല്ലോ നമ്മൾ തൊട്ട് തലോടി എടുക്കേണ്ടത്. ആ നന്മയുടെ ചില ഭാഗങ്ങൾ അദ്ദേഹത്തുമായിട്ടുള്ള സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ സാധു മനുഷ്യനാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ബാക്കി സർവൈവലിൻ്റെ പ്രശ്നമാണ്. അതാണ് ഇപ്പോൾ ഈ ഫിലിം ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ബാക്കിയുള്ള അത്തരം കഥകൾ കേൾക്കാൻ ആളുള്ളതുകൊണ്ടാണ് അത്തരം കഥകൾ പറയുന്നത്. ശരിയെന്നാൽ ഞാനിപ്പോൾ ഈ വിഷയം വന്നുകൊണ്ടാണ്, ഹേമ കമ്മിറ്റി വിഷയം വന്നുകൊണ്ടാണ് ഞാൻ സിനിമാ ഫീൽഡിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത്.